ഒരു പ്രാവശ്യം സൈൻ ലബാനിന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോൾ സൈൻ ലബാൻ കണ്ടാലും നമ്മൾ ഒന്നും നിർത്താതെ വരില്ലല്ലേ. ഞങ്ങളിതാ രാത്രി സിനിമയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് സൈൻ ലബാൻ കണ്ടത്. അപ്പം പിന്നെ എന്തായാലും നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്, പക്ഷെ പാരൻസ് ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ കൂടെ ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ വാങ്ങാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. സമയം ഏകദേശം ഒരു 11 മണി 11:30 കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചോക്ലേറ്റ് പിസ്താഷ്യൂ ഫ്ലേവറും കുനാഫയൊക്കെ കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഏകദേശം രണ്ടും ഒരേപോലെയൊക്കെ ഇരിക്കുന്ന ഐറ്റംസ് ആണ്. നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ച് നല്ല പോലെ വയറ് വീർത്തിരിക്കുന്നതുകൊണ്ട് ഇനി ഇത് കഴിക്കാനുള്ള സ്പേസ് ഇല്ല. സോ പിറ്റേ ദിവസം കഴിക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം നമ്മളിത് ട്രൈ ചെയ്യുവാണ്. ആക്ച്വലി ട്രയലല്ല, ഞാൻ ഓൾറെഡി ഇത് കഴിച്ചിട്ടുള്ളത് കൊണ്ട് ടേസ്റ്റ് എനിക്കറിയാം. ഇനി എത്ര ടേസ്റ്റ് അറിയാമെന്ന് പറഞ്ഞാലും ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ്. ഒന്നാമത് പിസ്താഷ്യം ചോക്ലേറ്റും എല്ലാം നമ്മുടെ ഒരു ഫേവറേറ്റ് ഐറ്റംസിൽ വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതാ നല്ല യമ്മി ആയിരുന്നു. ആക്ച്വലി ഈ ഒരു ബൗളാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിനകത്ത് ചോക്ലേറ്റ് ഉണ്ട്, പിസ്താഷ്യം ഉണ്ട്, കുനാഫയുണ്ട്, പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്കാണ്. അതിൻ്റെ കൂടെ ഒരു വൈറ്റ് കളർ ക്രീമും വരുന്നുണ്ട്. എല്ലാം കൂടെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. നിങ്ങൾ സൈൻ ലബാനിന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് 350 300 ആ റേഞ്ചിലൊക്കെയാണ്. അപ്പം നമ്മൾ ഈ 2 ബൗള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇതാ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം കുറച്ച് ഹാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു മറ്റത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഇപ്പം കഴിക്കുന്നതിന് ചോക്ലേറ്റ് ഫ്ലേവർ കുറച്ച് കൂടുതലാണ്, പക്ഷെ മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ സോഫ്റ്റ്നെസ് കുറച്ച് കുറവായതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ അത്രേ കഴിച്ചുള്ളൂ. പക്ഷേ ഈ സംഭവം നമ്മൾ ഹാഫിൽ കൂടുതൽ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഐറ്റം ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.